യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഈ ഒരു തിരുസാന്നിധ്യത്തിൽ വന്നതുകൊണ്ട് പരിശുദ്ധമ്മയെ മഹത്വപ്പെടുത്താൻ കിട്ടിയ വലിയൊരു അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകമായി എൻ്റെ ഒരു പ്രത്യക്ഷ സാക്ഷിയാക്കി മാറ്റിയതിന് പ്രത്യേകം നന്ദി. എൻ്റെ പേര് ജെറിൻ ജോഷി എന്നാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ല പേരാവൂർ പെരുമ്പുന്ന ഇടവകയിൽ നിന്നാണ്. പക്ഷേ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കോട്ടയത്താണ്. ഞാൻ മെയ് മാസം 2023 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ 2016 എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞത് മുതൽ ഞാനൊന്ന് വിദേശത്തേക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും റെഡിയാകുന്നില്ല. അപ്പോൾ അങ്ങനെ 2023 ചെറുതായിട്ടൊക്കെ ഈ ഒരു ആഗ്രഹം ഒന്ന് മുളച്ചു പൊങ്ങി കുറച്ച് അതിനുവേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡുലിംഗോ എന്നൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 തവണ അത് ഫെയിലായി. അപ്പോൾ ഞാൻ 2023 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അധികം സീരിയസ് ആയി അതിനെ കണ്ടില്ല. അപ്പം എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 2023 വർഷം എനിക്ക് അങ്ങനെ കടന്നുപോയി. പിന്നീട് എൻ്റെ 4ാമത്തെ പുതുക്കലിൽ ആഗസ്റ്റ് മാസം 2024 ഞാൻ വീണ്ടും വന്നു. അപ്പോൾ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഒരു ജീവിതത്തെ ഒത്തിരി ട്രാൻസ്ഫോർമേഷനിലേക്ക് അത് കൊണ്ടുവന്നു. കാരണം ആ ഒരു ഉടമ്പടി പുതുക്കലിലൂടെ എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് എനിക്കൊന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പം പിന്നീടാണ് ആ സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ ആ സമയത്ത് കൂടുന്നില്ലായിരുന്നു. അപ്പോൾ 2024 ആഗസ്റ്റ് മാസം മുതൽ ഞാൻ ഉടമ്പടി ധ്യാനത്തെ വളരെ സീരിയസ് ആയി തന്നെ കാണാൻ തുടങ്ങി. അപ്പം അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി ഉടമ്പടി നമുക്ക് ഈ പറയുന്ന പ്രാർത്ഥനയിലേക്കുള്ളുപരി പ്രവൃത്തിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ കൂടുതൽ മെഡിക്കൽ കോളേജുകളിലും ഞാൻ സമയം ചിലവഴിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ. അതുകൂടാതെ ഞങ്ങൾക്ക് അവിടെ നവജീവൻ എന്ന് പറഞ്ഞ ട്രസ്റ്റിൽ ഞങ്ങൾ ഈ പറയുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ഭക്ഷണം വിളമ്പാനൊക്കെ പോകാനുള്ളൊരു ഉത്സാഹം എന്നിലുണ്ടായി. അപ്പം അതിൻ്റെ ആ സമയം തന്നെ 2024 ഒക്ടോബർ മാസം ഇവിടെ നമ്മുടെ ജപമാല റാലി സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ IELTS എക്സാം എഴുതിയത്. ഞാൻ ജപമാലയ്ക്ക് ഇങ്ങനെ റെഡിയായി കോട്ടയത്ത് നിൽക്കുമ്പം ഞാൻ എൻ്റെ ചുമ്മാ ഫോണിൽ നോക്കുകയും എനിക്ക് മെസ്സേജ് വരികയും എനിക്ക് ആ സമയത്ത് എൻ്റെ IELTS എനിക്ക് ഓവറോൾ 7 കൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു. യേശു നന്ദി, യേശു ആരാധന. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഏത് രാജ്യത്തേക്ക് പോകണം അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ കാര്യം തീരുമാനിക്കുന്ന ഭാഗമായിട്ട് ഞാൻ ഈ അയർലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് നോക്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഉടമ്പടിയിലുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു പരിശുദ്ധ അമ്മയുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ് എന്നുള്ള എനിക്കൊരു തീക്ഷ്ണമായിട്ടുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവുകയും അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ പോകണം. അപ്പം നോക്കിപ്പോയി എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നുള്ളൊരു കാരണം അമ്മ എനിക്കിവിടെയുണ്ട്, എനിക്ക് അവൻ നോക്കിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയർലൻഡ് തന്നെയാണ് എൻ്റെ രാജ്യം എന്ന് തുടർന്ന് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ ഒരു തടസ്സമൊക്കെ വന്നു. അപ്പോൾ 6ാം പുതുക്കൽ സമയത്ത് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ആശീർവാദം സ്വീകരിച്ചു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ ജൂൺ മാസം എനിക്ക് അയർലൻഡിലേക്കുള്ള വിസ ലഭിച്ചു. പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ആത്മീയ ജേണിയെ പറ്റി പറയുകയാണെങ്കിൽ ഉടമ്പടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയെ പോലെ തന്നെ ഞാൻ ഉള്ള കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ഞായറാഴ്ച പോകും. അതുപോലെ തന്നെ ഈ പറയുന്ന കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടിയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി വന്നതിന് ശേഷം കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ത്വര എനിക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പ്രവൃത്തിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, അതായത് ഞാൻ വർക്കിംഗ് ആണ്. ഞാൻ സെക്കൻഡ് സാറ്റർഡേ എനിക്കൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നവജീവനിൽ പോയിട്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യും. അതുപോലെ തന്നെ ഞായറാഴ്ച ഞങ്ങൾക്ക് അവിടെ മരിയസദനം എന്ന് പറഞ്ഞൊരു പാലായിലുണ്ട്, അവിടെ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യും. അതുകൂടാതെ എനിക്ക് ഈസ്റ്റർ സമയത്ത് ഒരു 10 ദിവസം ഓശാനയോട് അടുപ്പിച്ച് എനിക്കൊരു 10 ദിവസം വയനാട്ടിൽ എനിക്ക് പോയിട്ടൊന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള സാധിച്ചു. അപ്പം കൂടുതൽ ഈ പറയുന്ന കാരുണ്യപ്രവൃത്തികളിലൂടെ എനിക്ക് വളരാൻ സാധിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു മനസ്സിലൊരു ചിന്ത വന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശന പ്രവർത്തനം എനിക്ക് കുറച്ച് കുറവാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ഞാനപ്പം ഉടമ്പടി സമയത്ത് ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു 7 കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി കോട്ടയം ജില്ലയിലെ വിവിധ ടാക്സി സ്റ്റാൻഡുകളിലാണ് എൻ്റെ ഒരു പ്രേക്ഷിത മേഖല ഞാൻ തിരിച്ചറിയുകയും കോട്ടയം ജില്ലയിലെ വിവിധ ടാക്സി സ്റ്റാൻഡ്, ടൗൺ ഉൾപ്പെടെ കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ടാക്സി സ്റ്റാൻഡുകളിൽ കൊടുത്തുകൊണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കൂടുതലും ഉടമ്പടി ജീവിതത്തിൽ എക്കാലം വരെയും മുന്നോട്ട് തുടരണേ എന്നുള്ളതാണ്. നിത്യത വരെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുപോലെ തന്നെ ഞാൻ ഇപ്പം നോക്കിലേക്കാണ് പോകുന്നത്, അയർലൻഡിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് ഇവിടുന്ന് പത്രം കൊണ്ടുപോകും. അതുകൂടാതെ ഞാൻ പരിശുദ്ധ അമ്മയുടെ നമ്മുടെ പ്രത്യക്ഷ പ്രാർത്ഥന ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു 100 കോപ്പിയും കൂടി ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഈ പറയുന്ന വിദേശ രാജ്യത്തെ നമ്മുടെ അയർലൻഡിൽ കൊടുക്കാനായിട്ടാണ് എൻ്റെ പ്ലാന്. യേശുവേ നന്ദി, യേശുവേ ആരാധന. 138 സങ്കീർത്തനം 3-ാം തിരുവചനം. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി.
അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ജെറിൻ ജോഷിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി ഇവിടെ വന്ന് തൻ്റെ പഠനത്തിൽ വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു വിദേശത്തേക്ക് പോകാനുള്ളൊരു ജോലിയുടെ ആഗ്രഹവുമായി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തു. വളരെയധികം പ്രാർത്ഥിച്ചെങ്കിലും തൻ്റെ കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിലും അദ്ദേഹം 4 പ്രാവശ്യം ഉടമ്പടി പുതുക്കേണ്ടി വന്നു തനിക്കൊരു കൃത്യമായ ഉത്തരം കിട്ടുന്നതിന് വേണ്ടി. ഇന്ന് നമ്മുടെ ആദ്യത്തെ വായന അതായിരുന്നു. യാക്കോബ് തൻ്റെ എല്ലാ 2 ഭാര്യമാരെയും മക്കളെയും എല്ലാം യാബോക്ക് നദി കടത്തിവിട്ടതിന് ശേഷം ആ നദിയൊഴുക്കിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം വാവിട്ട് കരയുന്ന ഒരു മൽപ്പിടുത്തം, ദൈവവുമായുള്ളൊരു മൽപ്പിടുത്തത്തെക്കുറിച്ച് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നാം ശ്രദ്ധിച്ചു. അതുപോലെ ഇദ്ദേഹം വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ദൈവിക അനുഭവം ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥന വാവിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാല റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ അയർലൻഡ് സ്കോറിൻ്റെ മെസ്സേജ് IELTS-ൻ്റെ റിസൾട്ട് വന്നതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതീക്ഷിച്ചതിലപ്പുറം ഫുൾ സ്കോർ നൽകി, ഹോൾ സ്കോർ നൽകി അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അച്ഛൻ എപ്പോഴും പറയാം, ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ആസ്തി ഉണ്ടാകണം. നമ്മുടെ ബാങ്ക് ബാലൻസ് എപ്പോഴും ഒരു ആസ്തി നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മയോട് നാം മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമുണ്ടായിരിക്കണമെന്ന് അച്ഛൻ നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് വളരെ ആസ്തിയോടുകൂടിയാണ് പരിശുദ്ധ അമ്മയുടെ മുന്നിലേക്ക് എപ്പോഴും കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ഈ ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ മനസ്സിലായി ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് അദ്ദേഹം ജീവിതത്തിലൂടെ ഏറ്റെടുത്തുകൊണ്ട് മനസ്സിലായി. ഇവിടെ നിന്ന് അയർലൻഡിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള വലിയ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് പോകുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പേപ്പർ, കൃപാസനം പത്രങ്ങളെല്ലാം കോപ്പിയെടുത്ത് അവിടെ ആളുകൾക്ക് താൻ അറിയാത്തൊരു നാട്ടിൽ, താൻ അറിയാത്തൊരു ദേശത്ത്, അറിയാത്തൊരു സംസ്കാരത്തിലേക്ക് ഇവിടുത്തെ ഈശോയെയും പരിശുദ്ധ അമ്മയെയും കൊടുക്കുവാൻ വളരെയധികം തയ്യാറെടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഒരു IELTS പാസ്സായത് മാത്രമല്ല, എനിക്ക് ഈശോയെ ലഭിച്ചതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നൊരു വലിയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് അദ്ദേഹം ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത്. ജെറിൻ ജോഷിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.